ഫോറവർ ലിവിംഗ് പ്രൊഡക്ട്സ് പോലെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രികളെ എന്തുകൊണ്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാണ് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ഇന്ന് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം അതിൻ്റെ ബാക്കിൽ ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നതും പലരും കാണാതെ പോവുകയാണ്. സോ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ജോലിയില്ലായ്മയുടെ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ വലിയ രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊരു വ്യക്തിക്കും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ എന്തുകൊണ്ടും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ഇൻകം ജനറേറ്റ് ചെയ്യുക, വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഫോറവർ ലിവിംഗ് പ്രൊഡക്ട്സ് പോലെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു ടാക്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ ടാക്സ് പേ ചെയ്യുന്ന ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. വലിയൊരു ശതമാനം ടാക്സ് ഇവിടെ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ടാക്സ് തട്ടിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. കാരണം ഇതെല്ലാം ഒരു കമ്പനിയുടെ കീഴിലായതുകൊണ്ട് തന്നെ ഒറ്റ സിസ്റ്റത്തിൽ തന്നെ എത്രയൊക്കെ വരുമാനങ്ങളുണ്ട്, എത്രയൊക്കെ എക്സ്പെൻസുകളുണ്ട്, ഇതിൻ്റെ എല്ലാം കറക്റ്റ് ക്ലാരിറ്റി ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടാക്സ് വെട്ടിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്, ഇതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 2018 ഓഗസ്റ്റ് 8 ഗവൺമെൻറ് ഒരു മോണിറ്ററിംഗ് സെൽ ഇതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇങ്ങനെയുള്ള പീപ്പിൾ ഫ്രാഞ്ചൈസികളെ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലകളെ സംരക്ഷിക്കാനും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് സെല്ല് രൂപീകരിച്ചു, ക്രിയേറ്റ് ചെയ്തു ഗവൺമെൻറ് 2018 ഓഗസ്റ്റ് 8. അപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ ഗവൺമെൻറ്റിന് നല്ലൊരു ശതമാനം ടാക്സ് പേ ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് ഇപ്പോൾ നമ്മൾ അടുത്ത സമയങ്ങളിൽ തന്നെ കണ്ടതാണ്. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലകളിൽ കുറേ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചു എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് കുറേ ആളുകൾ ഫോറവർ ലിവിംഗ് പ്രൊഡക്ട്സ് പോലെയുള്ള കമ്പനികൾ ഇനി ഉണ്ടാവില്ല, ഇവർക്കൊക്കെ പണി കിട്ടുന്നു എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഫോറവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കമ്പനികളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഒരു കാരണവശാലും ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള പേരിൽ പല കമ്പനികളും പലതരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സുകളെ ലീഗലാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള പേരിൽ പല കമ്പനികളും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ അതിനൊക്കെ ഒരു പിടിമുറുക്കാനും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഇതിൽ നിന്നും മാറ്റിക്കളയാനും ഇങ്ങനെയുള്ള നമ്മുടെ ജെനുവിനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സോ എന്തുകൊണ്ടും ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങളിപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം നിങ്ങൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിലല്ല, ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഹെൽത്ത് പരമായിട്ടും വെൽത്ത് പരമായിട്ടും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിലാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ വേണ്ട രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ വർക്കൗട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള കുറഞ്ഞ സമയങ്ങളിൽ കിട്ടുന്ന ഫ്രീ ടൈംസിലൊക്കെ ഇതിലൂടെ വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു കയറാൻ കഴിയുമെന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സയ്യിദ്.